എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മുടെ ഭിന്നശേഷി മക്കൾക്കും അക്ഷരത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസ മേഖലയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള അവകാശം കേരളത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഉദ്ഗ്രഥിതമായിട്ടുള്ള വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് ഭിന്നശേഷി മക്കൾക്ക് സവിശേഷമായിട്ടുള്ള പഠനാന്തരീക്ഷം ഒരുക്കുകയും സ്കൂളിൽ വന്ന് പഠിക്കാൻ കഴിയാത്ത നിലയിലുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്ലാസ് റൂമുകളിലൂടെ ക്ലാസുകളിൽ പങ്കെടുക്കാവുന്ന നിലയിലുള്ള സംവിധാനം പോലും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. നമ്മുടെ ബഡ് സ്കൂളുകളും സ്പെഷ്യൽ സ്കൂളുകളുമെല്ലാം ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളെ മുൻനിർത്തി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്കില്ല് നൽകുന്നതിനും വൈദഗ്ധ്യ പോഷണത്തിനും എന്തെങ്കിലും വരുമാനം ലഭിക്കാവുന്ന തൊഴിലിലേക്ക് പോകാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പിന്റെയും മറ്റും ആഭിമുഖ്യത്തിൽ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും ഇതര വകുപ്പുകളെല്ലാം തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെ മുൻനിർത്തി അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തുടങ്ങി വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ വെല്ലുവിളികൾ, അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും പരിമിതികളും അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കിയും മറ്റ് പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പാക്കിയുമൊക്കെ ഭിന്നശേഷി മക്കളോടൊപ്പം നിൽക്കുന്നുണ്ട്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം, തീവ്ര ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും അവരോടൊപ്പം തുടരേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ഏറ്റവും പുതിയ പ്രൊജക്ട് അസിസ്റ്റീവ് വില്ലേജസ് അഥവാ പുനരധിവാസ ഗ്രാമം എന്നുള്ളതാണ്. ഭിന്നശേഷി മക്കൾക്ക് വേണ്ട എല്ലാ പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പായും നൽകാൻ സാധിക്കുന്ന, തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുള്ള ഹെൽത്ത് സെന്ററും ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളും തെറാപ്പി സൗകര്യങ്ങളും എല്ലാമുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സമൂഹത്തിലെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നതിനും നമ്മുടെ ഭിന്നശേഷി മക്കൾക്കും അവകാശമുണ്ട് എന്നുള്ള അവകാശാധിഷ്ഠിത സമീപനമാണ് RPWD ആക്ട് ഉയർത്തിപ്പിടിക്കുന്നത്. ആ ആക്ട് പ്രകാരമുള്ള, ആ ആക്ട് അനുശാസിക്കുന്ന എല്ലാ പരിരക്ഷകളും കേരളീയ സമൂഹത്തിലും ഭിന്നശേഷി മക്കൾക്ക് ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്.